വി.എം. സുധീരൻ, മുൻ KPCC അധ്യക്ഷൻ നമ്മോടൊപ്പം. വി.എം. സുധീരൻ, വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞിരിക്കുന്നു. റായ്ബറേലിയിലാണ് അദ്ദേഹം തുടരുക. ഉചിതമായ തീരുമാനമാണോ? ഒന്ന്. രണ്ട്, പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എത്ര കണ്ട് കോൺഗ്രസിനെ സഹായിക്കും? ആദ്യത്തെ തന്നെ ഞാൻ മറുപടി പറയാം. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ്. അത് ഏറ്റവും ഉചിതമായ തീരുമാനമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മാറുന്ന സന്ദർഭത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്നത് ഏറ്റവും നല്ല തീരുമാനമാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്ത വയനാട്ടിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ പ്രിയങ്ക വരണം എന്നൊരു തീരുമാനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നത്, രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞതായി മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രിയങ്കയുടെ ആവശ്യമില്ല, അവിടെ തന്നെ പ്രാദേശികമായി ഒട്ടേറെ നേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നതായി കേട്ടു, റായ്ബറേലിക്കും വയനാടിനും സന്തോഷകരമായ തീരുമാനമെടുക്കുമെന്ന്. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ, പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത്. ഈ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വരാനുള്ള കാരണം രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഒരു അപ്രമാദിത്വം, ഇപ്പോൾ UDF കിട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അനക്കമുണ്ടല്ലോ, ആ അനക്കം നിലനിർത്തുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക, പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ വി.എം. സുധീരൻ? അല്ല, രാഹുൽ ഗാന്ധി മാറുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വരണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസുകാർ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. ഈ കാര്യം പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ചർച്ച ചെയ്ത് എല്ലാ പ്രധാനപ്പെട്ട ആളുകളുമായും ചർച്ച ചെയ്തെടുത്ത ഏറ്റവും യുക്തിസഹമായ തീരുമാനമായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ കേരളത്തിലെ BJPക്ക് നല്ല രീതിയിൽ വോട്ട് ശതമാനം ഉയർത്താനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ വരാൻ പോകുന്ന ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു പുതിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് പിന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ആ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ജനങ്ങളെ UDF അനുകൂലമായി ചിന്തിക്കുന്നതിന് വളരെയേറെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ തെറ്റായ പ്രസ്താവനകൾ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, ഒരു പ്രധാനമന്ത്രിക്ക് നിരക്കാത്ത രീതിയിലുള്ള വിഭാഗീയമായ, വർഗീയമായ അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ ജനങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു, BJP മുൻകാലത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സത്യസന്ധമായി അതേക്കുറിച്ച് വിലയിരുത്തി കൃത്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ദേശീയ തലത്തിൽ BJPയുടെ സ്വാധീനം ഇനി ഏറെക്കാലം മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായൊരു പാഠമാണ് തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടം കഴിയുമ്പോഴും, ഈ തെരഞ്ഞെടുപ്പ് ഒന്നാമത് 7 ഘട്ടം തന്നെയാക്കി മാറ്റിയത് നരേന്ദ്രമോദിയുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വളരെ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഇംഗിതങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തു എന്ന് പറയുന്നതിലും തെറ്റില്ല. കാരണം ഇത്രയേറെ ഘട്ടങ്ങൾ ആവശ്യമാണോ? അതൊരു അനാവശ്യമായ തീരുമാനമായിരുന്നു, നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. പക്ഷേ അത് നരേന്ദ്രമോദിക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ 2, 3, 4 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നരേന്ദ്രമോദിക്കെതിരായി ജനങ്ങൾ ചിന്തിക്കുന്നു, പ്രത്യേകിച്ചും UPയിലെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് പ്രകടമാകാനും വിലയിരുത്താനും തുടങ്ങി. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമന്ത്രിക്ക് ചേരാത്ത രീതിയിലുള്ള
വളരെ നിലവാര തകർച്ചയുള്ള സ്റ്റേറ്റ്മെന്റുകളും പ്രസംഗങ്ങളുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സാർ ഞാനൊന്ന് ചോദിച്ചോളൂ, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ സാധ്യതയുള്ളത് മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ആയിരിക്കും. നിലവിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷിയായി മാറിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4ാമത്തെ കക്ഷിയായിരുന്നിടത്താണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹരിയാനയിൽ പകുതി സീറ്റുകൾ പിടിച്ച് വേണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാനാകുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന കോർപ്പറേറ്റ് ദിനപത്രം തന്നെ എഡിറ്റോറിയൽ എഴുതിയത് ഞാൻ ഓർക്കുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ മുഖ്യമന്ത്രിയെ, അതായത് ഈ രാജ്യത്തെ ഏക ആദിവാസി മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അമിത്ഷായ്ക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായി പൊതുവെ അത് രൂപാന്തരം പ്രാപിച്ചിട്ടില്ലെങ്കിലും വളരെ സുഗമമായി തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ തിരികെ എത്തിയല്ലോ. പക്ഷേ അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ സംസ്ഥാന രാഷ്ട്രീയം മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ 303 സീറ്റ് ഒറ്റയ്ക്കുണ്ടായിരുന്ന BJPയെ 240 ചുരുക്കി. 353 സീറ്റ് ഉണ്ടായിരുന്ന NDA കേവലം 292 എന്ന നിലയിലേക്ക് ചുരുങ്ങി. അപ്പോൾ നരേന്ദ്രമോദിയെ വിനയാന്വിതനാക്കാൻ, അതാണല്ലോ കണ്ടത്, ഭരണഘടന അടിമുടി പിടിച്ചു ചീന്തും അടിമുടി പൊളിച്ചെഴുതും എന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയെ വണങ്ങി അതിനെ ചുംബിക്കുന്ന ആ രംഗം അദ്ദേഹത്തെ ജനങ്ങൾ വിനയാന്വിതനാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഇതിൽ പരം തെളിവ് വല്ലതും വേണം. അതുകൊണ്ട് തന്നെ ഇത് നരേന്ദ്രമോദിക്ക് ഒരു പാഠമാണ്. ഈ പാഠം ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല ഇനിയും. കാരണം നേരത്തെ ഇന്ത്യ സഖ്യം വയബിൾ ആണോ, മുന്നോട്ട് പോകുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ നിതീഷ് കുമാറിന്റെ ഒക്കെ ആദ്യഘട്ടത്തിലെ തന്നെ ചാഞ്ചാട്ടം, അദ്ദേഹം കാലുമാറി വീണ്ടും പോയത്, അതൊക്കെ ഒരു വല്ലാത്ത ഒരു നിരാശ ആളുകളിൽ പരത്തിയിരുന്നു. പക്ഷെ അതൊന്നുമല്ല. ആത്യന്തികമായി നരേന്ദ്രമോദി രാജ്യത്തോട് ചെയ്യുന്നത് നല്ലതല്ല. രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടിയല്ല, സമ്പന്ന വർഗത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭരണം. ആ ഭരണം ആത്യന്തികമായി രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കും, ജനാധിപത്യത്തെ തകർക്കും, മതേതരത്വ സംവിധാനം ഇല്ലാതാക്കും, ബഹുസ്വരത ഇല്ലാതാക്കും, രാജ്യത്തിന് ആപത്താണ് എന്നൊരു തിരിച്ചറിവ് ജനങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ VM സുധീരൻ, മുൻ KPCC അധ്യക്ഷൻ. Debate with MV Nikesh Kumar.